ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കപ്പയും മത്തിമീൻ്റെ കറിയും, മുളകിട്ട മത്തിക്കറിയായിട്ടാണ്. നല്ല ടേസ്റ്റിയും നല്ല വയലിട്ട് അലിഞ്ഞു കപ്പൻ്റെ കൂടെ മീൻകറി നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. കപ്പൻ്റെ തൊലി കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളതിനെ. എന്നിട്ട് അതിക്ക് വേകാൻ ആവശ്യമുള്ളത്ര വെള്ളവും ഉപ്പും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിനെ മൂടി വെച്ചിട്ട് ഒരു 4-5 വിസിൽ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കപ്പ നല്ലോണം വെന്തിട്ട് കിട്ടും. കപ്പ പൂള എന്നല്ല പറയും. അപ്പോൾ മത്തി മീൻ കറിക്കായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മളുടെ സവോള ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് എടുക്കുക. നല്ലോണം വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെ ഉണ്ടായിന്ന്. ഇത് നല്ലോണം വന്നതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിന് പച്ചമണം പോകുന്നത് വരെ നല്ലോണം വഴറ്റിയിട്ട് എടുക്കുക. മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം പോകണം, എന്നാലും മീൻകറി ടേസ്റ്റ് ഉണ്ടാവും. പച്ച ഇല്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി എല്ലാത്തിനും പച്ചമണം ചുവയ്ക്കും. അതിലേക്ക് ഒരു തക്കാളി അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. എന്നിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. തക്കാളി ഇട്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നല്ലോണം നല്ലോണം വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ കറിയാണ് മുളക് കറി. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോഴത്തേക്ക് നമ്മളുടെ കപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ടിട്ടില്ല. വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ കറി ഒഴിച്ചിട്ട് കപ്പൻ്റെ മുകളിൽ പ്ലേറ്റ് എടുത്തിട്ട് കപ്പ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഒരു മീനെടുത്തിട്ട് നല്ലോണം കുഴച്ച് തിന്നണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കൂടി തരണേ.